നിവൃത്തികൾക്കിടയിൽ ഒരു അംഗൻവാടിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താടി മുടിയെല്ലാം നീട്ടി വളർത്തി മോനെ ഞാൻ നിന്റെ പപ്പയാടാന്നും പറഞ്ഞ് കൊച്ചിൻ്റെ അടുത്തേക്ക് കൊച്ചു കാറി കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പറയുന്നത് എന്താ, ഞാൻ ആ കൊച്ചിനെ മുറിക്കകത്തിട്ട് വാതിലടച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പാർട്ടി ഓഫീസിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട് പണി തീർന്നിട്ടില്ല, കടങ്ങൾ ഒരുപാടുണ്ട്, ഉള്ള ജോലി കളയാൻ പറ്റില്ല, എൻ്റെ വീട് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, പിന്നെ എനിക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ നേതാവ് ചോദിച്ചു, അപ്പോൾ ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വെറും ലീഗൽ ഒരു ഇതുമില്ലാത്ത നിയമസാധ്യത ഒന്നുമില്ലാത്ത ഒരു ബന്ധമല്ലേ, അതെപ്പോൾ വേണേലും ഉപേക്ഷിക്കാവുന്നതാണെന്ന് പറഞ്ഞു. സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു 8 വർഷത്തോളമായിട്ട്. പറഞ്ഞു അദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല നിയമപരമായി വിവാഹം കഴിച്ചതാണോ? അതെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞ് പോരുകയാണ് എന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. അങ്ങനെ ഒരു കുട്ടിക്ക് തോന്നണമെങ്കിൽ അതിന് മതിയായ കാരണം ഉണ്ടാകണം. ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ കാരണത്താലാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം. അവര് ഈ ആദിവാസി പിള്ളേരുമായിട്ടുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളുമാണ് മെയിൻ പ്രശ്നം. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിച്ചാൽ ഓരോ ദിവസം ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾ അവിടെ താമസിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ കൊച്ചിന് സുരക്ഷിതത്വം ഉണ്ടെന്നോ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടെന്നോ ഒന്ന് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ചെലവിന് എന്നെ സാധിക്കുന്ന പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്? അങ്ങനെ ഒരു ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കൃത്യം കുട്ടികൾക്ക് ചെലവിനൊന്നും തന്നിട്ടുണ്ടോ? ചെലവിനൊന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തരാറില്ല. പിന്നെ എന്തെങ്കിലും ബേക്കറിയോ പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനെ വീട്ടു സാധനങ്ങൾ തീർന്നു എന്ന് പറയുമ്പോൾ മേടിച്ചുകൊണ്ട് വരികയും ചെയ്യും. ചുമ്മാ ഇരുന്ന് തിന്നാൻ നിൽക്കണ്ട, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആ കുട്ടിയോട് ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യും. നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ലോ ഞാൻ കൂലിപ്പണിയെടുത്താ ജീവിച്ച എൻ്റെ കൈവെള്ള പൊട്ടി ഉണ്ടാക്കിയത് അതാണ് ഇതാണെന്ന് വേണ്ടാത്തതെല്ലാം പറയും. കുട്ടിയുടെ മനസ്സ് തകർക്കുന്ന പോലെ. അതാണ് അവന് പഠിക്കണമെന്നില്ല, എന്തായാലും ഞാൻ കുടുംബം നോക്കാം എന്നൊരു ഇതായിപ്പോയി. +1 പരീക്ഷ കുട്ടി എഴുതിയിട്ടില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു, കുഞ്ഞിനും എനിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്താണ് +1ന്റെ പരീക്ഷ. വീട്ടിലാരും ഇല്ലായിരുന്നു, പരീക്ഷ എഴുതാൻ പോയില്ല. ഏത് സ്കൂളിലാണ് പഠിക്കുന്ന? അഗളി. പോയൊരു ഭർത്താവ് തിരിച്ചു വരികയല്ലോ. ഞാൻ കാല് പിടിച്ച് പറഞ്ഞ സംഭവിച്ചൊക്കെ സംഭവിച്ചു, ഇതിനെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക. അന്നേരം ഗവൺമെന്റ് ആശുപത്രി മുമ്പിൽ ഒന്ന് വെച്ച് പറഞ്ഞ എന്റെ വൈഫ് പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് മരിച്ചു പോയായിട്ട് കണക്കൂടി അന്നത്തെ പൂസും പുറത്ത് സംഭവിച്ചത് നമ്മൾ ആ തെറ്റ് അംഗീകരിച്ചു. ആ തെറ്റ് അംഗീകരിച്ചിട്ട് എന്റെ കുടുംബം പറഞ്ഞു ഞാൻ മരിച്ചു പോയായിട്ട് കണക്കൂട്ടിക്കോളാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ നാട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. 7 വർഷം അകന്നിരുന്നാൽ തന്നെ നിയമം പറയുന്നതാണ് മരിച്ചതിന് തുല്യമാണ്. അതാണ് സംഭവിച്ചത്. ജീവിക്കണമെന്ന് എന്താ താല്പര്യം? എനിക്കോ? എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ എന്റെ പെൺകുഞ്ഞിന്റെ ഭാവി എനിക്ക് ഏറ്റവും. അതെന്തിനാ നിങ്ങൾ ഈ ആൺകുട്ടിക്ക് 16 വയസ്സായല്ലോ, ഇതുവരെ നിങ്ങൾ അന്വേഷിച്ചില്ല, അത് വളർന്നില്ലേ? ഇപ്പൊ ആവശ്യപ്പെട്ടില്ലല്ലോ നിങ്ങൾ കൂടെ? അല്ല ഞാൻ പറയത് ഞാൻ ഇപ്പൊ മേഡം ഇങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞതാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി. എല്ലാവർക്കും ബോധ്യമായതിനു ശേഷം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പരാതിക്ക് വേണ്ടി വരില്ല. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ ഞാൻ കൂടെ വരാം പറഞ്ഞോ? ആരും പറഞ്ഞില്ല. പിന്നെന്താ? ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒന്നിച്ച് താമസിക്കാന്നുള്ള ഒരു ഇതുമായിട്ട് വന്നിരിക്കുന്നത്. അല്ലല്ലേ, അതാണ് നിങ്ങളുടെ പെങ്കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു വീഴുന്നത്. എനിക്കൊരു പെങ്കൊച്ചുണ്ടായാൽ ഞാൻ പൊടി നിർത്തുമെന്ന് പരസ്യമായി പറഞ്ഞു. ആ പെങ്കൊച്ചുണ്ടായി 2 വയസ്സായിട്ടും അതിനൊന്ന് മാമദിസ മുക്കാനോ പള്ളിയിൽ ചേർക്കാനോ അതന്നെയാണ് വലിയ പ്രശ്നങ്ങള്. തയ്യാറായിട്ടില്ല. അച്ഛൻ ഏത് സമയം പറഞ്ഞിരുന്നു ഇതിന് ഇങ്ങനെ കേസിന് വരുമെന്ന് പറഞ്ഞപ്പോഴും പോയി നോക്ക്, നന്നാവുമോ നോക്കാം എന്നാണ് അച്ഛൻ പറഞ്ഞു. പലതവണ അച്ഛനെ വിളിച്ച് ഉപദേശിച്ചതാണ്. അവര് കയറി വന്നു, എന്തിനാടെ കൊച്ചിനും പെണ്ണിനെ അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതാദ്യം ഈ മൂത്ത കുട്ടി 4 മാസമായിരുന്നില്ല. അപ്പോഴാണ് വന്നിട്ട് അവര് തെറി വിളിച്ചു, നീയൊക്കെ ആരാ ഈ രാത്രിയിൽ ഇത് നോക്കാൻ വന്നേക്കുന്നത്, നിനക്കൊക്കെ ഇവിടെ എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്താ പറയാ, കേട്ടല്ല അറിയുന്ന തെറിയൊക്കെ വിളിച്ചു. അവര് ദേഷ്യം വന്നിട്ട് അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ ആശുപത്രി പോയി. എനിക്ക് അടി കൊണ്ട് കണ്ണെല്ലാം നീലിച്ച് ബോധം കിട്ടുന്ന അവസ്ഥയിലായിരുന്നു. കൊച്ചിനും എന്തെങ്കിലും കൊച്ചും അലറിക്ക് അറിയായിരുന്നു. അപ്പൊ കുഞ്ഞമ്മയ്ക്ക് അറിയാം ഞാൻ നോക്കിയിരിക്കുകയായിരുന്നോ ഭർത്താവിനെ തല്ലുന്നതെന്ന്. എന്തായാലും സെലിന്റെ കുഞ്ഞമ്മയും ബാബു ആരാ സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ? സോജൻ. സോജനെ ഒന്ന് നമുക്ക് വിളിക്കാം. ഹലോ. എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിന്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവോ?